ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1. ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 8848 മീറ്റർ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 8848 മീറ്റർ. മക്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. മക്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. താഷ്കന്റ് കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും. താഷ്കന്റ് കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം അമൃത്സർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം അമൃത്സർ. ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലം അലഹബാദ്. ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലം അലഹബാദ്. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ കേരളീയ വനിത ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ കേരളീയ വനിത ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ. ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി 1974 മെയ് 18. ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി 1974 മെയ് 18. സാമൂഹിക നേതൃത്വത്തിനുള്ള മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് വിനോബ ഭാവെ 1958. സാമൂഹിക നേതൃത്വത്തിനുള്ള മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് വിനോബ ഭാവെ 1958. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. 1930, 1931, 1932 വർഷങ്ങളിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. 1930, 1931, 1932 വർഷങ്ങളിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. കേരള ഗാന്ധി എന്നറിയപ്പെട്ട നേതാവ് കേളപ്പൻ. കേരള ഗാന്ധി കേളപ്പൻ. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് രാജീവ് ഗാന്ധി. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് രാജീവ് ഗാന്ധി. ദേശീയ ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദ്. ദേശീയ ഗ്രാമ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടന. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കൊറിയ. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കൊറിയ. സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. ഏത് രേഖയ്ക്കപ്പുറത്താണ് മഞ്ഞു ഉരുകാത്തത്? സ്നോ ലൈൻ. ഏത് രേഖയ്ക്കപ്പുറത്താണ് മഞ്ഞു ഉരുകാത്തത്? സ്നോ ലൈൻ. ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചൂടുവെള്ളം പ്രവഹിക്കുന്നതിൻ്റെ പേര് ഗീസർ. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചൂടുവെള്ളം പ്രവഹിക്കുന്നതിൻ്റെ പേര് ഗീസർ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത്
രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ജുഡീഷ്യറി. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ജുഡീഷ്യറി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത്? ആംഗ്ലോ ഇന്ത്യൻ. ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത്? ആംഗ്ലോ ഇന്ത്യൻ. എന്നാണ് UN ജനറൽ അസംബ്ലി ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1948 ഡിസംബർ 10. മൗലികാവകാശങ്ങൾക്ക് അടിസ്ഥാനം അമേരിക്കൻ ഭരണഘടന. UPSC ചെയർമാൻ നിയമിക്കുന്നത് പ്രസിഡന്റ്. UPSC ചെയർമാൻ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിയാൻ. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിമാൻ. IRDPയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. IRDPയുടെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22. ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22. പേൾ ഫിഷിംഗ് കൂടുതലായി ചെയ്യുന്നത് എവിടെ? ഗൾഫ് ഓഫ് മാന്നാർ. പേൾ ഫിഷിംഗ് കൂടുതലായി ചെയ്യുന്നത് എവിടെ? ഗൾഫ് ഓഫ് മാന്നാർ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. ശാന്തമായത് എന്ന് പേരിനർത്ഥമുള്ള സമുദ്രം പസഫിക് സമുദ്രം. ശാന്തമായത് എന്ന് പേരിനർത്ഥമുള്ള സമുദ്രം പസഫിക് സമുദ്രം. കോശത്തിലെ ജനറ്റിക് മെറ്റീരിയൽ DNA. കോശത്തിലെ ജനറ്റിക് മെറ്റീരിയൽ DNA. ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാൾഡ്. ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. രവീന്ദ്രനാഥ ടാഗോർ പ്രവീണനായിരുന്ന വൈദ്യശാസ്ത്ര മേഖല ഹോമിയോപ്പതി. രവീന്ദ്രനാഥ ടാഗോർ പ്രാവീണനായിരുന്ന വൈദ്യശാസ്ത്ര മേഖല ഹോമിയോപ്പതി. 2011 സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹോസ്നി മുബാറക്ക്. 2011 സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹോസ്നി മുബാറക്ക്. 2007 ജ്ഞാനപീഠത്തിനർഹനായ മലയാള സാഹിത്യകാരൻ ONV കുറുപ്പ്. 2007 ജ്ഞാനപീഠത്തിനർഹനായ മലയാള സാഹിത്യകാരൻ ONV കുറുപ്പ്. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഐക്യം. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഐക്യം. NDWവിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. NCWവിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. സർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ AO ഹ്യൂം. സിയോണിസം ഏത് മതക്കാരുടെ പ്രസ്ഥാനമാണ്? ജൂതർ. സിയോണിസം ഏത് മതക്കാരുടെ പ്രസ്ഥാനമാണ്? ജൂതർ. ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷ്. ലൈഫ് ഡിവൈൻ രചിച്ചത് അരവിന്ദ ഘോഷ്. എല്ലാ ജീവജാലങ്ങളോടും ആദരം പുലർത്തുകയും ഒന്നിനെയും മുറിവേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭാരതീയ ആചാരത്തിൻ്റെ പേര് അഹിംസ. എല്ലാ ജീവജാലങ്ങളോടും ആദരം പുലർത്തുകയും ഒന്നിനെയും മുറിവേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭാരതീയ ആചാരത്തിൻ്റെ പേര് അഹിംസ. ക്രിസ്തുമസ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലാണ്? ഓസ്ട്രേലിയ. ക്രിസ്തുമസ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ഐലൻഡ്. കേരളത്തിൽ മൂല്യവർദ്ധിത നികുതി നിയമം നടപ്പിൽ വന്നത് എന്ന്? 2005 ഏപ്രിൽ 1. കേരളത്തിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് എന്ന്? 2005 ഏപ്രിൽ 1. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? നീലക്കുറിഞ്ഞി. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്തിൻ്റെ ശാസ്ത്രനാമമാണ്? നീലക്കുറിഞ്ഞി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ PN ഭഗവതി. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11.
അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. കോനാർ നദി ഉത്ഭവിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. കോനാർ നദി ഉത്ഭവിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധൻ. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധൻ. തവാങ് ബുദ്ധവിഹാരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. തവാങ് ബുദ്ധവിഹാരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അൽ ജസീറ ടെലിവിഷൻ ചാനലിൻ്റെ ആസ്ഥാനം ഖത്തർ. അൽ ജസീറ ടെലിവിഷൻ ചാനലിൻ്റെ ആസ്ഥാനം ഖത്തർ. പത്മാവത് ആരുടെ രചനയാണ്? മാലിക് മുഹമ്മദ് ജയ്സി. പത്മാവത് ആരുടെ രചനയാണ്? മാലിക് മുഹമ്മദ് ജയ്സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ് മിശ്ര. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന് അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിത. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന് അവതാരിക എഴുതിയത് സിസ്റ്റർ നിവേദിത. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് എന്ന് 2006 ഫെബ്രുവരി 2. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് 2006 ജനുവരി 2. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പ് എത്ര രൂപയുടേതാണ്? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പ് എത്ര രൂപയുടേതാണ്? 10 രൂപ. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം സുപ്രീം കോടതി. ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം സുപ്രീം കോടതി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥാപകൻ ക്ലോസ് എം ഷ്വാബ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥാപകൻ ക്ലോസ് എം ഷ്വാബ്. മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ അധികാരഭ്രഷ്ടനാക്കപ്പെട്ട ടുണീഷ്യൻ പ്രസിഡന്റ് സൈനുൽ അബിദീൻ ബിൻ അലി. മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ അധികാരഭ്രഷ്ടനാക്കപ്പെട്ട ടുണീഷ്യൻ പ്രസിഡന്റ് സൈനുൽ അബിദീൻ ബിൻ അലി. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H1N1. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H1N1. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. ഇന്ത്യയുടെ ധാന്യക്കലവറ പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യക്കലവറ പഞ്ചാബ്. ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഫിലിപ്പീൻസ്. ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഫിലിപ്പീൻസ്. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാകുമാർ. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാകുമാർ. അക്ബർ പ്രോത്സാഹിപ്പിച്ച ഗോളിയോറിലെ സംഗീതജ്ഞൻ താൻസൻ. അക്ബർ പ്രോത്സാഹിപ്പിച്ച ഗോളിയോറിലെ സംഗീതജ്ഞൻ താൻസൻ. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 13. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? വ്യവസായം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. താജ്മഹൽ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യവസായം ചണം വ്യവസായം. ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വ്യവസായമാണ് ചണം വ്യവസായം. ലോക വനദിനം മാർച്ച് 21. ലോക വനദിനം മാർച്ച് 21. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നെ ആക്രമിച്ച വർഷം AD 1025. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നെ ആക്രമിച്ച വർഷം AD 1025. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം ചേരിചേര നയം.
ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം ചേരിചേര നയം. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധം? നീലഗിരി താർ അഥവാ വരയാട്. ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധം? നീലഗിരി താർ അഥവാ വരയാട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേൽ. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയത്? 73, 74. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിച്ചത് 1992. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപവത്കരിച്ചത് 1992. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 50 സെഞ്ചുറി നേടിയ ക്രിക്കറ്റർ സച്ചിൻ തെണ്ടുൽക്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 50 സെഞ്ചുറി നേടിയ ക്രിക്കറ്റർ സച്ചിൻ തെണ്ടുൽക്കർ. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 12. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മറയൂർ. ചന്ദനമരങ്ങളുടെ നാട് മറയൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935. കേരളത്തിന്റെ സംസ്ഥാന മൃഗം കരിമീൻ. കേരളത്തിന്റെ സംസ്ഥാന മൃഗം കരിമീൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് മിത്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് മിത്ര. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AKG. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AKG. ഇന്ത്യയിൽ ആദ്യമായി ചണമില്ല് സ്ഥാപിച്ച സ്ഥലം റിഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ചണമില്ല് സ്ഥാപിച്ച സ്ഥലം റിഷ്ട്ര. അനാഥത്വമാണ് ഏറ്റവും മാരകമായ രോഗമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മദർ തെരേസ. അനാഥത്വമാണ് ഏറ്റവും മാരകമായ രോഗമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മദർ തെരേസ. പാർത്തിനോൺ ക്ഷേത്രം ഏത് രാജ്യത്താണ്? ഗ്രീസ്. പാർത്തിനോൺ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിൽ. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡീസ് കൊതുകുകൾ. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡീസ് കൊതുകുകൾ. ലോകകപ്പ് പ്രവചനത്തിലൂടെ പ്രശസ്തി നേടിയ നീരാളി പോൾ. ലോകകപ്പ് പ്രവചനത്തിലൂടെ പ്രശസ്തി നേടിയ നീരാളി പോൾ. കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പ്യൻ CK ലക്ഷ്മണൻ. കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പ്യൻ CK ലക്ഷ്മണൻ. ഓസ്കാർ പുരസ്കാരത്തിന് നൽകുന്ന ശില്പത്തിന്റെ ഭാരം 8.5 പൗണ്ട്. ഓസ്കാർ പുരസ്കാരത്തിന് നൽകുന്ന ശില്പത്തിന്റെ ഭാരം 8.5 പൗണ്ട്. അരിയുടെ ശാസ്ത്രനാമം ഒറൈസ സെറ്റൈവ. അരിയുടെ ശാസ്ത്രനാമം ഒറൈസ സെറ്റൈവ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്? 60,000 വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്? 60,000 വർഷങ്ങൾക്ക് മുമ്പ്. കാനഡയുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. കാനഡയുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. യൂറോപ്പിൻ്റെ സാംസ്കാരിക ഭാഷ ഫ്രഞ്ച്. യൂറോപ്പിൻ്റെ സാംസ്കാരിക ഭാഷ ഫ്രഞ്ച്. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. PhD ബിരുദം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. PhD ബിരുദം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച ഭക്ഷണ പദാർത്ഥം കാബേജ്. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച ഭക്ഷണ പദാർത്ഥം കാബേജ്. കേരളത്തിൽ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ ആര്? ഡോക്ടർ പൽപ്പു. കേരളത്തിൽ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ ആര്? ഡോക്ടർ പൽപ്പു. ലവേഴ്സ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തക്കാളി. ലവേഴ്സ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തക്കാളി. ഒരു ഇന്നിങ്സിൽ 400 റൺസ് നേടിയ കളിക്കാരൻ ലാറ. ഇന്ത്യൻ പാർലമെന്റ് സുവർണ്ണ ജൂബിലി ആഘോഷിച്ച വർഷം 2002. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ന്യൂയോർക്ക് സെൻട്രൽ റെയിൽ ടെർമിനൽ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ. വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഹൈഡ്രജൻ. സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളുടെ എണ്ണം 12. സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളുടെ എണ്ണം 12. ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത്? ന്യൂമോണിയ. ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത്? ന്യൂമോണിയ. ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയം മൂന്നാർ കേരള ടീ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയം മൂന്നാർ കേരള ടീ മ്യൂസിയം. ഹിറ്റ്ലറുടെ ജന്മദിനം 24/1889. ഹിറ്റ്ലറുടെ ജന്മദിനം 24/1889. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം കൽക്കത്ത.
സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം കൽക്കട്ട. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ. ലോകത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ധാതു ഏത്? ക്വാർട്സ്. ലോകത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ധാതു ക്വാർട്സ്. ഇന്റർനെറ്റ് വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം എസ്റ്റോണിയ. ഇന്റർനെറ്റ് വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം എസ്റ്റോണിയ. അമ്മ എഴുതിയത് മാക്സിം ഗോർക്കി. അമ്മ എന്ന കൃതി എഴുതിയത് മാക്സിം ഗോർക്കി. ലോക വിധവാ ദിനം ജൂൺ 23. ലോക വിധവാ ദിനം ജൂൺ 23. ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിനുള്ളത്? 1.03. ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിനുള്ളത്? 1.03. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് തിരുവനന്തപുരത്ത്. പട്ടിണിയിൽ കിടക്കുന്നവരോട് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദ. ബെൻസീർ ഭൂട്ടോ വധിക്കപ്പെട്ട് 2007 ഡിസംബർ 27. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൽപോൾ. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ്? റോബർട്ട് വാൾപോൾ. ഹിബാകുഷ എന്ന വാക്ക് ഏത് രാജ്യത്തെ ജനതയുമായി ബന്ധപ്പെട്ടാണ്? ജപ്പാൻ. ഹിബാകുഷ, ജപ്പാൻ. കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി IG ചന്ദ്രശേഖർ നായർ. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം തിരൂര്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം തിരൂര്. ഉറൂം ബംബ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നദി. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ഭാഗം ചിറക്. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനം. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ്. ഈ സന്ദേശം ആപ്തവാക്യമാക്കിയ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ മലയാളി TN ശേഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ മലയാളി TN ശേഷൻ. കേരളത്തിലെ ആദ്യത്തെ ലിമിറ്റഡ് കമ്പനി പുനലൂർ പേപ്പർ മില്ല്. കേരളത്തിലെ ആദ്യത്തെ ലിമിറ്റഡ് കമ്പനി പുനലൂർ പേപ്പർ മില്ല്. മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിത മായാവതി. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. മുട്ടയിടുന്ന സസ്തനം പ്ലാറ്റിപ്പസ്. വ്യക്തി സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച് ആദ്യമായി അറസ്റ്റിലായത് വിനോബ ഭാവെ. മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാവുന്ന ലോഹം മെർക്കുറി. വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് വാട്ട്. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് ജോൺ F കെന്നഡി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ജ്യോതി വെങ്കടാചലം. കേരളത്തിലെ ഇന്ത്യയിലെയും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. JC ഓവൻസ് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്. ജീവകം Hന്റെ രാസനാമം ബയോട്ടിൻ. ജീവകം H ബയോട്ടിൻ. കേരള സർക്കാരിന്റെ പ്രവാസി കാര്യ വകുപ്പിന്റെ പേര് നോർക്ക. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാര്യവട്ടം തിരുവനന്തപുരം. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളെ വിളിക്കുന്ന പേര് നാഷണൽ ഹൈവേ. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തം. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാം തിരുവനന്തപുരം. ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം കണ്ടശാങ്കടവ്. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടിയല്ല്. കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര മാസിക ധന്വന്തരി. സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ട് ഉള്ള സമ്പദ് വ്യവസ്ഥയുടെ പേര് മിശ്ര സമ്പദ് വ്യവസ്ഥ. കേരളം ദൈവത്തിന് സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. ആരെയാണ് ജനബഹുമാനപൂർവ്വം സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ചിരുന്നത്? തൈക്കാട് അയ്യ. 1924 കൊൽക്കത്ത കോർപ്പറേഷന്റെ ആദ്യ മേയറായത് CR ദാസ്. നന്ദകുമാർ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ വാറൽ ഹേസ്റ്റിങ്സ്. 1916 ഈസ്റ്റർ കലാപം നടന്ന രാജ്യം അയർലാൻഡ്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദന്റെ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആസ്ഥാനം വാരണാസി. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി കാനിങ് പ്രഭു. വിജയവാഡ എന്ന നദിയുടെ തീരത്താണ് കൃഷ്ണ. ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. കേരളത്തിലെ പരമ്പരാഗത വാസ്തുശൈലി നാലുകെട്ട്. ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു.
മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് 1992 തിരഞ്ഞെടുപ്പ്. അടുത്തത് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി പേരോടെ ഇന്ത്യ ഭരിച്ച ആദ്യ ഭരണാധികാരി വില്യം ബെന്റിക് പ്രഭു. സെന്റ് പാട്രിക് വിശുദ്ധന്റെ രാജ്യം അയർലാൻഡ്. താജ്മഹലിന്റെ കേടുപാടുകൾ തീർക്കാൻ നടപടിയെടുത്ത വൈസ്രോയി കഴ്സൺ പ്രഭു. ചൈനീസ്, സ്പാനിഷ്, ഇംഗ്ലീഷ് എന്നിവ കഴിഞ്ഞാൽ ലോകത്തിലെ 4ാമത്തെ വലിയ ഭാഷ ഹിന്ദി. ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് പിച്ച്? ക്രിക്കറ്റ്. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ എവിടത്തെ രാജാവായിരുന്നു? വാരണാസി. ഡൽഹൌസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിങ് പ്രഭു. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. 1923 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവായിരുന്നത് മോത്തിലാൽ നെഹ്റു. നാറ്റോ എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഐസ്ലാൻഡ്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത മൂലം 1923 ജനുവരി 1 മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം സ്വരാജ് പാർട്ടി രൂപവൽക്കരിച്ച നേതാവ് CR ദാസ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. സുവർണ ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്വർണം കൊണ്ട് പൂശിയ സിഖ് ഭരണാധികാരി രഞ്ജിത്ത് സിംഗ്. ഭൂമിയുടെ ചെറു പതിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം അയർലാൻഡ്. മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവി എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇംഗ്ലണ്ടിൽ പാർലമെന്റ് പിറവിയെടുത്തപ്പോൾ രാജാവ് ഹെൻറി 1. റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക സന്തോഷ ദിനം മാർച്ച് 20. സിവിൽ നിയമലംഘനം ആരംഭിക്കുന്നതിന് മുമ്പ് സമാധാനത്തിന്റെ ഒരു മാർഗം തുറന്നു കിട്ടുമെന്ന ആഗ്രഹത്തോടെ ഗാന്ധിജി ഏത് വൈസ്രോയിക്കാണ് 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയത്? ഇർവിൻ പ്രഭു. ഗൗതമ ബുദ്ധൻ ആദ്യ മതപ്രഭാഷണം നടത്തിയ സാരനാഥ് ഏത് നഗരത്തിലാണ്? വാരണാസി. ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് യോർക്കർ? ക്രിക്കറ്റ്. 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്ത് ഗവർണർ ജനറൽ വാറൽ ഹേസ്റ്റിങ്സ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടപ്പോൾ വൈസ്രോയി ആയിരുന്നത് കഴ്സൺ പ്രഭു. പ്ലാറ്റോയുടെ റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ. 1881 പാസാക്കിയ ഫാക്ടറി നിയമത്തിലൂടെ ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭു. CR ദാസിന്റെ മരണശേഷം അദ്ദേഹം സ്വരാജ് പാർട്ടി പ്രസിഡന്റായത് ആര്? മോത്തിലാൽ നെഹ്റു. ആത്മസമർപ്പണം എന്ന യോഗ പ്രക്രിയയിലൂടെ മരണവരിച്ച ഏക രാഷ്ട്രീയ നേതാവ് VD സവർക്കർ. മെക്കാളെ പ്രഭു രൂപപ്പെടുത്തിയിരുന്ന ശിക്ഷാ നടപടികൾ നിയമമാക്കപ്പെട്ടത് ഏത് വയസ്സോടെ കാലത്താണ്? കാനിങ് പ്രഭു. ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാൻ സ്കോളർഷിപ്പോടെ 1906 ഇംഗ്ലണ്ടിൽ പോവുകയും ഫ്രീ ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തത് VD സവർക്കർ. തൈക്കാട് അയ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനമൂർത്തി ശിവൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായത് SNDP യോഗം. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം പെരുന്ന. കാടിൻ്റെയും വെള്ളത്തിൻ്റെയും നാട് ജമൈക്ക. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 6. ചിറ്റഗോങ്ങിൽ ബ്രിട്ടീഷ് ആയുധപുര സൂര്യസേനയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി കയ്യേറിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഇർവിൻ പ്രഭു. നാത്പ ജാക്രി അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. തിരുവിതാംകൂർ ദിവാൻ കേശവ പിള്ളയ്ക്ക് രാജബഹുമതി നൽകിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സുശ്രുതൻ ജീവിച്ചിരുന്ന പട്ടണം വാരണാസി. സാധുജന പരിപാലന സംഘം പേരുമാറി പുലയ മഹാസഭയായത് 1938. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം മൗലവി. പെരുന്നാട് ലഹള 1915. ട്വിറ്റർ ആരംഭിച്ച് ജാക്ക് ഡോർസി. ഷഡ് സഹസ്രി എന്നറിയപ്പെടുന്ന കൃതി നാട്യശാസ്ത്രം. ഹരിവംശ പുരാണത്തിന്റെ കർത്താവ് ജിന സേന. ഇന്ത്യയിൽ ആദ്യമായി തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. അൺഫിനിഷ്ഡ് ഡ്രീം ആരുടെ രചനയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. മുക്തേശ്വർ ക്ഷേത്രം എവിടെയാണ്? ഭുവനേശ്വർ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ വാറൽ ഹേസ്റ്റിങ്സ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ദേശീയ കായിക വിനോദ ഫുട്ബോൾ. കറൻസി ദശാംശ സമ്പ്രദായം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ലാത്ത രാജ്യം മഡഗാസ്കർ. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി നിർമ്മാണശാല 1950 കൊൽക്കത്തയ്ക്ക് സമീപം സ്ഥാപിച്ചപ്പോൾ ആരുടെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തത്? CR ദാസ്. ഉപരാഷ്ട്രപതി സ്ഥാനം വഹിക്കെ ഭാരതരത്ന ലഭിച്ച 2ാമത്തെ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം 1929 ഡിസംബർ 31 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പാസാക്കിയപ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു.